നമസ്കാരം, റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിട്ടൊഴിയാത്തതും അപ്രതീക്ഷിതവുമായ കനത്ത മഴ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഇന്നലെ ശബരിമലയിൽ അപ്രതീക്ഷിതമായി 2 മണിക്കൂറിലേറെ തുടർച്ചയായി മഴ പെയ്തു. പമ്പാ നദി കരകവിഞ്ഞൊഴുകി. ഇതോടെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. ആറാട്ടുകടവ് ഭാഗത്ത് മണപ്പുറത്തേക്ക് വെള്ളം കയറി. ഇതോടെ ദർശനത്തിനായി സന്നിധാനത്തേക്ക് പോകാനെത്തിയ തീർത്ഥാടകരെ 1 മണിക്കൂറിലേറെ പമ്പയിൽ തടഞ്ഞു നിർത്തുകയുണ്ടായി. വൈകിട്ട് 4:30 ഇടിയോടുകൂടിയ അതിശക്തമായ മഴ തുടങ്ങിയത്. പമ്പ ഗവ ആശുപത്രിക്ക് സമീപമുള്ള ഗണപതി കോവിലിന്റെ പടിക്കെട്ട് വരെ വെള്ളമെത്തി. ത്രിവേണി ചെറിയ പാലം വഴി തീർത്ഥാടകർ ഗണപതി കോവിൽ ഭാഗത്തേക്ക് പോകുന്ന വഴി മുഴുവൻ വെള്ളം കയറിയതോടെയാണ് അയ്യപ്പന്മാരെ തടയുന്ന സാഹചര്യമുണ്ടായത്. ദർശനം കഴിഞ്ഞ് മലയിറങ്ങിയവരെ പോലീസ് സഹായത്തോടെയാണ് മറുകര എത്തിച്ചത്. രാത്രി 7:50 ആയപ്പോഴേക്കും പ്രളയജലം ഇറങ്ങി തുടങ്ങി. തുടർന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ ADM അർജുൻ പാണ്ഡ്യൻ പോലീസിന് നിർദ്ദേശം നൽകി. അതേസമയം കേരളത്തിൽ നിലവിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പുകൾ ഒന്നുമില്ല. സംസ്ഥാനത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണ്. എങ്കിലും ഡാമുകളിലെ ജലനിരപ്പിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. മുന്നറിയിപ്പുകൾ ഇല്ലാതെ മുല്ലപ്പെരിയാർ ഡാം പാതിരാത്രികളിൽ തുറക്കുന്നത് പെരിയാർ തീരത്ത് താമസിക്കുന്നവരിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. അറിയിപ്പുകൾ പോലും ലഭിക്കാത്തതിനാൽ പലരും വീടുകളിൽ വെള്ളം കയറിയ ശേഷമാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. ഇതോടെ തമിഴ്നാടിന് കേരളം മുന്നറിയിപ്പും നൽകി. എന്നാൽ കേരളത്തിന്റെ വാക്കുകൾക്ക് പുല്ലുവിലയാണ് തമിഴ്നാട് നൽകുന്നത്.